എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ദേവസ്വം ബോർഡ് ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് നടത്തുന്ന എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുമുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കൂടാതെ അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിതൗട്ട് ഫർദർ അഡു ലെറ്റ് സ്റ്റാർട്ട്. ആദ്യത്തെ ചോദ്യം, കേരളക്കരയിലെ ശ്രീമൂലസ്ഥാനം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? ഉത്തരം തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രം. തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രമാണ് കേരളക്കരയിലെ ശ്രീമൂലസ്ഥാനം എന്നറിയപ്പെടുന്ന ക്ഷേത്രം. തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തെക്കുറിച്ച് ചില വിവരങ്ങൾ നോക്കാം. തൃശ്ശൂർ നഗരഹൃദയത്തിലുള്ള തേക്കിൻകാട് മൈതാനത്തിൻ്റെ മധ്യത്തിലാണ് ശ്രീ വടക്കുംനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശിവൻ അഥവാ വടക്കുംനാഥൻ, ശങ്കരനാരായണൻ, ശ്രീരാമൻ, പാർവതി എന്നിവരാണ് പ്രധാന ദേവതകൾ. ശക്തൻ തമ്പുരാന്റെ കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം ഇന്ന് കാണുന്ന രീതിയിൽ പുനർനിർമ്മിച്ചത്. കേരളത്തിലെ ഏറ്റവും വലിയ മതിൽക്കെട്ടുള്ള വടക്കുംനാഥ ക്ഷേത്രം 20 ഏക്കർ വിസ്താരമേറിയതാണ്. 108 ശിവാലയ സ്തോത്രത്തിൽ ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്ന തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തെ ശ്രീമദക്ഷിണ കൈലാസം എന്നാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. കേരളത്തിലെ ബ്രാഹ്മണർക്ക് ആരാധന നടത്തുവാനായി പരശുരാമൻ 108 ശിവക്ഷേത്രങ്ങളും 108 ദുർഗാക്ഷേത്രങ്ങളും 5 ശാസ്താക്ഷേത്രങ്ങളും ഏതാനും വിഷ്ണു ക്ഷേത്രങ്ങളും നിർമ്മിച്ചു കൊടുത്തു. അവയിൽ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്ന തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ഒരു ദിവസം കൈലാസത്തിലെത്തിയ പരശുരാമൻ താൻ പുതുതായി നിർമ്മിച്ച ഭൂമിയെക്കുറിച്ച് ശിവഭഗവാനോട് സംസാരിക്കുകയും അവിടെ വാണരുളണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ ആദ്യം ശിവൻ വിസമ്മതിച്ചു. പിന്നീട് പാർവതി ദേവി അഭ്യർത്ഥിച്ചപ്പോൾ മാത്രമാണ് ഭഗവാൻ സമ്മതം മൂളിയത്. ഉടനെ തന്നെ ശിവപാർഷദന്മാരായ നന്ദികേശ്വരൻ, സിംഹോദരൻ, ഭൃംഗീരടി തുടങ്ങിയവരും ശിവപുത്രന്മാരായ ഗണപതിയും സുബ്രഹ്മണ്യനും അടക്കം കൈലാസവാസികൾ എല്ലാവരും കൂടി ഭാർഗവ ഭൂമിയിലേക്ക് പുറപ്പെട്ടു. അവർ ഭാർഗവ ഭൂമിയിൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ പെട്ടെന്നൊരു സ്ഥലത്ത് വച്ച് യാത്ര നിന്നു. അവിടെ ഒരു ഉഗ്ര തേജസ് കണ്ട പരശുരാമൻ പ്രതിഷ്ഠയ്ക്ക് ഏറ്റവും ഉചിതമായ സ്ഥലം അതുതന്നെയാണെന്ന് മനസ്സിലാക്കി. ഉടനെ തന്നെ അദ്ദേഹം ശിവനോട് അവിടെ കുടികൊള്ളണമെന്ന് അഭ്യർത്ഥിച്ചു. ശിവൻ ഉടനെ തന്നെ പാർവതി സമേതം അങ്ങോട്ട് എഴുന്നള്ളി. ആ സമയത്ത് അവിടെ പ്രത്യക്ഷപ്പെട്ട മഹാവിഷ്ണുവിനോട് തൻ്റെ തെക്കുഭാഗത്തിരിക്കാൻ പറഞ്ഞ ശിവൻ സ്വയം ഒരു ജ്യോതിർലിംഗമായി മാറി വടക്കും ഭാഗത്ത് കുടികൊണ്ടു. അങ്ങനെയാണ് പ്രതിഷ്ഠയ്ക്ക് വടക്കുംനാഥൻ എന്ന പേരുണ്ടായത്. ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഒരു ആൽമരത്തിൻ്റെ തറയിലാണ് ഇത് സംഭവിച്ചതെന്ന് പറയപ്പെടുന്നു. ഇന്ന് അവിടെ ശ്രീമൂലസ്ഥാനം എന്നറിയപ്പെടുന്നു. ശ്രീമൂലസ്ഥാനത്ത് ഇന്നും ദിവസവും വിളക്ക് വെപ്പുണ്ട്. തുടർന്ന് ശ്രീമൂലസ്ഥാനത്തു നിന്നും ശൈവ വൈഷ്ണവ തേജസ്സുകളെ ആവാഹിച്ച് പരശുരാമൻ തന്നെ ഇന്നത്തെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം. അടുത്ത ചോദ്യം, വൈക്കത്തപ്പൻ്റെ പുത്രനാണെന്ന് സങ്കല്പമുള്ള ദേവത? ഉത്തരം ഉദയനാപുരം സുബ്രഹ്മണ്യൻ. ഉദയനാപുരം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് നോക്കാം. കേരളത്തിലെ പ്രസിദ്ധമായ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിലൊന്നാണ് ഉദയനാപുരം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. കോട്ടയം ജില്ലയിലെ ക്ഷേത്ര നഗരമായ വൈക്കത്തിനടുത്തുള്ള ഉദയനാപുരം എന്ന ഗ്രാമത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ബാലരൂപത്തിലുള്ള സുബ്രഹ്മണ്യൻ മുഖ്യപ്രതിഷ്ഠയായ ക്ഷേത്രത്തിൽ ഉപദേവതകളായി ശിവൻ, പാർവതി, ഗണപതി, ഹിഡുംബൻ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. പ്രസിദ്ധമായ വൈക്കം ശിവക്ഷേത്രവുമായും കുമരനെല്ലൂർ ഭഗവതി ക്ഷേത്രവുമായും അടുത്ത ബന്ധമുള്ള ക്ഷേത്രമാണിത്. ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠയായ സുബ്രഹ്മണ്യസ്വാമി വൈക്കം ക്ഷേത്രത്തിലെ മഹാദേവന്റെ പുത്രനാണെന്നാണ് വിശ്വാസം. എല്ലാ വർഷവും വൃശ്ചിക മാസത്തിൽ വൈക്കത്ത് അഷ്ടമി ദിവസം ഇവിടത്തെ സുബ്രഹ്മണ്യൻ പിതാവിനെ കാണാൻ വൈക്കത്തെത്തുന്നു. ഇരുവരും ഒന്നിച്ചുള്ള എഴുന്നള്ളത്തുകൾ ഈ ദിവസത്തെ വിശേഷണമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ക്ഷേത്രം. വൈക്കം മഹാദേവ ക്ഷേത്രം കോട്ടയം ജില്ലയിൽ വൈക്കത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ശിവക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. പരശുരാമൻ സ്ഥാപിച്ച കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിതെന്ന് കരുതപ്പെടുന്നു. 10 ഏക്കറിൽ കൂടുതൽ വരുന്ന സ്ഥലത്ത് കിഴക്കോട്ട് ദർശനമായിട്ടാണ് വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതിയോടൊപ്പം ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടുത്തെ മഹാദേവന് അന്നദാന പ്രഭു എന്നൊരു പേരുണ്ട്. ഗണപതി, സുബ്രഹ്മണ്യൻ, നാഗദൈവങ്ങൾ, പനച്ചിക്കൽ ഭഗവതി എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ. വൃശ്ചിക മാസത്തിൽ കറുത്ത പക്ഷത്തിലെ
നവമി ആറാട്ടായുള്ള ഉത്സവവും അതിനിടയിൽ വരുന്ന വൈക്കത്ത് അഷ്ടമിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം. വൈക്കത്ത് അഷ്ടമി. വൈക്കം ക്ഷേത്രത്തിൽ വൃശ്ചിക മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ ആരംഭിക്കുന്ന പ്രധാന ഉത്സവമാണ് വൈക്കത്ത് അഷ്ടമി. ഉത്സവത്തിന്റെ സമാപനം അഷ്ടമി ദിനത്തിലായതിനാണ് ആ പേര് വന്നത്. 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണിത്. അഷ്ടമി ഉത്സവത്തിന് വൈക്കത്തപ്പന്റെ ആറാട്ട് ഉദയനാപുരം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വച്ചാണ് നടത്തുന്നത്. വൃശ്ചിക മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി ദിനത്തിൽ ശിവൻ ശ്രീ പരമേശ്വര രൂപത്തിൽ ജഗജ്ജനനിയായ പാർവതി ദേവിയുമായി വ്യാഘ്രപാദ മഹർഷിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹങ്ങൾ നൽകി എന്നാണ് ഐതിഹ്യം. ലോകപ്രസിദ്ധമായ വൈക്കത്തഷ്ടമി ഇതിൻ്റെ ഓർമ്മയ്ക്കായി ആഘോഷിക്കുന്നു. 108 ശിവാലയങ്ങളിൽ ഒന്നായ വൈക്കം ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ ശിവന്റെ പുത്രൻ ഉദയനാപുരം ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ സുബ്രഹ്മണ്യനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അടുത്ത ചോദ്യം, രാമനാട്ടം പരിഷ്കരിക്കപ്പെട്ടുണ്ടായ കലാരൂപം. ഉത്തരം കഥകളി. കഥകളിയെക്കുറിച്ച് നോക്കാം. കേരളത്തിൻ്റെ തനതായ ദൃശ്യകലാരൂപമാണ് കഥകളി. രാമനാട്ടം എന്ന കല പരിഷ്കരിച്ചാണ് കഥകളി ഉണ്ടായത്. 17-ാം നൂറ്റാണ്ടിലാണ് കഥകളി ഉത്ഭവിച്ചത്. കഥകളി സാഹിത്യരൂപമാണ് ആട്ടക്കഥ. രാമനാട്ടത്തിൻ്റെ കർത്താവായ കൊട്ടാരക്കര തമ്പുരാനാണ് ആട്ടക്കഥാ സാഹിത്യത്തിൻ്റെ ഉപജ്ഞാതാവായി കണക്കാക്കുന്നത്. ഗീതാ ഗോവിന്ദാഭിനയത്തിൻ്റെ പ്രേരണയിൽ നിന്നും ഉടലെടുത്ത ഒരു വിനോദമാണ് കൃഷ്ണനാട്ടം. അക്കാലത്ത് വടക്കൻ ദിക്കുകൾ പ്രചാരത്തിലിരുന്ന അഷ്ടപതിയാട്ടത്തിൻ്റെയും അതിൻ്റെ ചുവട് പിടിച്ച് സൃഷ്ടിക്കപ്പെട്ട കൃഷ്ണനാട്ടത്തിൻ്റെയും രീതിയിലാണ് തമ്പുരാൻ രാമനാട്ടം രചിച്ചത്. 1555-നും 1605-നും ഇടയ്ക്കാണ് രാമനാട്ടം ഉണ്ടാക്കിയത് എന്നാണ് പറയപ്പെടുന്നത്. കൊട്ടാരക്കര തമ്പുരാൻ രാമായണത്തെ 8 ദിവസത്തെ കഥയാക്കി വിഭജിച്ച് നിർമ്മിച്ച ഈ രാമനാട്ടമാണ് പിൽക്കാലത്ത് കഥകളിയായി പരിണമിച്ചത്. കഥകളി വേഷത്തെ പരിഷ്കരിക്കുകയും ചെണ്ട ഉപയോഗിക്കുകയും ചെയ്തത് വെട്ടത്തുനാട്ട് രാജാവായിരുന്നു. പാട്ടിനായി പ്രത്യേകം ആളെ നിർത്തുന്ന രീതിയും വർണ്ണഭംഗിയുള്ള കിരീടങ്ങളും കടുത്ത നിറത്തിലുള്ള കുപ്പായങ്ങളും പല വർണ്ണങ്ങൾ ഉപയോഗിച്ചുള്ള മുഖമെഴുത്തും എല്ലാം വെട്ടത്തു രാജാവിൻ്റെ സംഭാവനയാണ്. കഥകളി വേഷങ്ങൾ. കഥകളിയിലെ വേഷങ്ങളെ പ്രധാനമായും പച്ച, കത്തി, കരി, താടി, മിനുക്ക്, പഴുപ്പ് എന്നിങ്ങനെ 6ആയി തിരിച്ചിരിക്കുന്നു. പച്ച. സാത്വിക സ്വഭാവമുള്ള കഥാപാത്രങ്ങൾക്ക് പച്ച വേഷം നൽകുന്നു. ഇതിഹാസങ്ങളിലെ വീരനായകന്മാരെല്ലാം പച്ച വേഷത്തിൽ അവതരിപ്പിക്കുന്നു. നന്മയുടെ ഭാവങ്ങളാണ് പച്ചവേഷങ്ങൾ. വീരരായ രാജാക്കന്മാർ, രാമൻ, ലക്ഷ്മണൻ തുടങ്ങിയവർക്ക് പച്ചവേഷങ്ങളാണ്. കത്തിവേഷം. രാക്ഷസ സ്വഭാവമുള്ള കഥാപാത്രങ്ങൾക്കാണ് സാധാരണയായി കത്തിവേഷം നൽകുക. രാവണൻ, ദുര്യോധനൻ, കീചകൻ, ശിശുപാലൻ, നരകാസുരൻ തുടങ്ങിയവർക്ക് കത്തിവേഷമാണ്. കത്തിവേഷത്തെ കറുംകത്തിയെന്നും നെടുങ്കത്തിയെന്നും 2ആയി വിഭജിച്ചിരിക്കുന്നു. താടിവേഷം. പ്രധാനമായും 3 തരത്തിലുള്ള താടിവേഷങ്ങളാണ് ഉള്ളത്. വെള്ളത്താടി. ഹനുമാൻ, ജാമ്പവാൻ പോലുള്ള അതിമാനുഷ്യരും സ്വാത്വിക സ്വഭാവത്തോടു കൂടിയവരും ആയ കഥാപാത്രങ്ങൾക്ക് വെള്ളത്താടി വേഷമാണ് നൽകുക. ചുവന്ന താടി. താമസ സ്വഭാവികളായ കഥാപാത്രങ്ങൾക്കാണ് ചുവന്ന താടി നൽകുക. ഉദാഹരണം ഭഗൻ, ബാലി, സുഗ്രീവൻ, ദുശാസനൻ, ത്രികർത്തൻ തുടങ്ങിയവർ. കറുത്ത താടി. ദുഷ്ട കഥാപാത്രങ്ങൾക്കാണ് കറുത്ത താടി വേഷം നൽകുന്നത്. കരി. താമസ സ്വഭാവികളായ മനാചാരികൾക്കാണ് കരിവേഷം നൽകുന്നത്. സ്ത്രീകളുടെയും മുനിമാരുടെയും വേഷമാണ് മിനുക്ക്. പഴുപ്പ് എന്ന വേഷം ദേവകളായ ചില കഥാപാത്രങ്ങൾക്ക് മാത്രമാണ് നൽകുന്നത്. ഉദാഹരണം ആദിത്യൻ, ശിവൻ, ബാലഭദ്രൻ തുടങ്ങിയവർക്ക്. കലിയുടെ വേഷം കറുത്ത താടിയാണ്. ഹനുമാന് വെള്ളത്താടിയാണ് വേഷം. ഇത്തരത്തിൽ വേഷം അണിയുന്നതിന് ചുട്ടികുത്ത് എന്ന് പറയുന്നു. കഥകളി ചടങ്ങുകൾ. കേളികൊട്ട്. കഥകളി ഉണ്ടെന്ന് നാട്ടുകാരെ അറിയിക്കുന്ന മേളമാണ് കേളികൊട്ട്. സന്ധ്യയ്ക്ക് മുമ്പാണ് കേളികൊട്ട്. കഥകളിയുടെ അനുസാരി വാദ്യങ്ങളായ ചെണ്ട, മദ്ദളം, ചേങ്ങില, ഇലത്താളം ഇവ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള മേളപ്രയോഗമാണ് കേളികൊട്ട്. അടുത്തത് അരങ്ങുകേളി. കളി തുടങ്ങിക്കഴിഞ്ഞുവെന്ന് അറിയിക്കുന്ന ഗണപതിക്കൊട്ടാണ് അരങ്ങുകേളി. ചെണ്ടയില്ലാതെ മദ്ദളവും ചേങ്ങിലയും ഇലത്താളവും ഇതിനുപയോഗിക്കുന്നു. ശുദ്ധമദ്ദളം, കേളിക്കൈ, ഗണപതിക്കൊട്ട് എന്നീ പേരുകളും ഈ ചടങ്ങിനുണ്ട്. അടുത്താണ് തോടയം. ഇത് ഇഷ്ടദേവതാ പൂജയാണ്.
അടുത്തത് വന്ദന ശ്ലോകം. തോടയം കഴിഞ്ഞാൽ ഗായകൻ ഇഷ്ടദേവതാ സ്തുതിപരമായ വന്ദനാ ശ്ലോകങ്ങൾ ആലപിക്കുന്നു. അടുത്തത് പുറപ്പാടാണ്. ഒരു പുരുഷവേഷവും സ്ത്രീവേഷവും തിരശീല നീക്കി രംഗത്ത് ചെയ്യുന്ന പ്രാർത്ഥനാപരമായ ചടങ്ങാണ് പുറപ്പാട്. അടുത്തത് മേളപദം. പുറപ്പാടിന് ശേഷം ജയദേവന്റെ ഗീതാഗോവിന്ദത്തിലെ 21-ാം അഷ്ടപതിയായ മഞ്ജുതര കുഞ്ചതല കേളിസദനെ എന്നതിൻ്റെ ആദ്യത്തെ 8 ചരണങ്ങൾ വ്യത്യസ്ത രാഗങ്ങളിൽ പാടുന്നതാണ് മേളപദം. പിന്നെയാണ് കഥാരംഭം. കഥകളി കഥയുടെ ആരംഭം കുറിക്കുന്നതാണ് കഥാരംഭം. അടുത്ത ചോദ്യം, കഥകളി യോഗം സ്വന്തമായുള്ള ഏക ക്ഷേത്രം ഏത്? ഉത്തരം തട്ടയിൽ ഒരിപ്പുറത്ത് ഭഗവതി ക്ഷേത്രം. തട്ടയിൽ ഒരിപ്പുറത്ത് ഭഗവതി ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിൽ തട്ടയിൽ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്ത ക്ഷേത്രമാണ് തട്ടയിൽ ഒരിപ്പുറത്ത് ഭഗവതി ക്ഷേത്രം. മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും പ്രശസ്തമായ ഭഗവതി ക്ഷേത്രങ്ങളിലൊന്നാണിത്. ഈ ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവത്തിൻ്റെ ഭാഗമായി തൂക്കം വഴിപാട് ഇവിടെ നടത്തപ്പെടുന്നു. വടക്ക് ദർശനമായി പ്രതിഷ്ഠയുള്ള അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് ഒരിപ്പുറത്ത് ഭഗവതി ക്ഷേത്രം. ഹിന്ദു പുരാണം അനുസരിച്ച് ഏഴംകുളം ഭഗവതി ഒരിപ്പുറത്ത് ഭഗവതി ദേവിയുടെ സഹോദരിയാണ്. കഥകളിക്ക് എന്നും പേര് കേട്ട ഇടമാണ് തട്ടയിൽ ഒരിപ്പുറം ഭഗവതി ക്ഷേത്രം. കഥകളി അഭ്യസിപ്പിക്കുന്നതിലും അവതരിപ്പിക്കുന്നതിലും മാത്രമല്ല കഥകളിക്കാവശ്യമായ വേഷവിധാനങ്ങളും മറ്റും നൽകുന്ന കഥകളി യോഗവും ഇവിടെ പ്രവർത്തിക്കുന്നു. അടുത്ത ചോദ്യം, ഈ പാർവതി നട കൊല്ലത്തിൽ ധനുവിലെ തിരുവാതിര മുതൽ 12 ദിവസമേ തുറക്കൂ. എവിടെയാണിത്? ഉത്തരം തിരുവൈരാണിക്കുളം ക്ഷേത്രം. കേരളത്തിലെ എറണാകുളം ജില്ലയിലെ കാലടിക്കടുത്തുള്ള വെള്ളാരപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം. മൃത്യുഞ്ജയനായ ശിവനും ആദിപരാശക്തിയായ പാർവതിയുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ. ശിവനെ കിഴക്കുഭാഗത്തേക്കും ശ്രീപാർവതിയെ പടിഞ്ഞാറു ഭാഗത്തേക്കും ദർശനമായി ഒരേ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ശിവൻ മുഖ്യ പ്രതിഷ്ഠകളിലൊരാൾ ആണെങ്കിലും ഇവിടുത്തെ പാർവതി ദേവിക്കാണ് കൂടുതൽ പ്രസിദ്ധി. ധനുമാസത്തിൽ തിരുവാതിര നാൾ മുതൽ 12 ദിവസം മാത്രമേ ശ്രീപാർവതിയുടെ നട തുറക്കാറുള്ളൂ. ക്ഷേത്രത്തിൽ വസിക്കുന്ന ശിവനും പാർവതിയും ഭക്തർക്ക് വിവാഹവരം നൽകുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. അടുത്ത ചോദ്യം, സന്താന ഗോപാലമൂർത്തി ആരാധിക്കപ്പെടുന്ന ക്ഷേത്രം? ഉത്തരം പൂർണ്ണത്രയീശ ക്ഷേത്രം. എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ എന്ന സ്ഥലത്താണ് കേരളത്തിലെ പ്രസിദ്ധമായ പൂർണ്ണത്രയീശ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് വകയാണ് ഈ ക്ഷേത്രം. ശ്രീ മഹാവിഷ്ണു ഇവിടെ സന്താന ഗോപാലമൂർത്തി സ്വരൂപമായി പൂർണ്ണത്രയീശൻ എന്ന പേരിൽ ആരാധിക്കപ്പെടുന്നു. ശിശുക്കളുടെ രക്ഷകൻ എന്നർത്ഥം വരുന്ന സന്താന ഗോപാലമൂർത്തി മഹാവിഷ്ണുവിൻ്റെ ഒരു അവതാരമാണ്. പൂർണ്ണത്രയീശ എന്ന പേരിലെ നിർവചനം ഇപ്രകാരമാണ്. ത്ര എന്നാൽ 3 എന്നാണ് അർത്ഥമാക്കുന്നത്. പൂർണ്ണ എന്നാൽ പൂർണ്ണമെന്നും ഇസ് ആ എന്നാൽ ഈശ്വരൻ എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് അറിവിൻ്റെ നാഥൻ അല്ലെങ്കിൽ 3 വേദങ്ങളുടെ നാഥൻ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഇലഞ്ഞിത്തറ മേളം ഏത് ക്ഷേത്രത്തിൻ്റെ വകയാണ്? ഉത്തരം പാറമേക്കാവ്. ഇതത്തെക്കുറിച്ച് നോക്കാം. കേരളത്തിനകത്തും പുറത്തും ഏറ്റവും ജനശ്രദ്ധയാകർഷിക്കുന്ന ഉത്സവങ്ങളിൽ പ്രധാനപ്പെട്ടവും അതിപ്രസിദ്ധവുമായ ഒന്നാണ് തൃശ്ശൂർ പൂരം. കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാനാണ് തൃശ്ശൂർ പൂരത്തെ തുടക്കം കുറിച്ചത്. മേടം മാസത്തിലെ പൂരം നക്ഷത്രത്തിലാണ് തൃശ്ശൂർ പൂരം ആഘോഷിക്കുന്നത്. വടക്കുംനാഥനെ സാക്ഷി നിർത്തി തൃശ്ശൂർ നഗരത്തിലെ ക്ഷേത്രങ്ങളായ പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം, തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നീ 2 ക്ഷേത്രങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. തൃശ്ശൂർ പൂരത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരു ചെണ്ടമേളമാണ് ഇലഞ്ഞിത്തറ മേളം. പൂരത്തിൻ്റെ 2 മുഖ്യ പങ്കാളികളിലൊരാളായ പാറമേക്കാവ് വിഭാഗമാണ് ഇലഞ്ഞിത്തറ മേളം അവതരിപ്പിക്കുന്നത്. ഏകദേശം 2 മണിക്കൂർ ദൈർഘ്യം വരുന്ന പാണ്ടിമേളമാണ് ഇലഞ്ഞിത്തറയിൽ അവതരിപ്പിക്കുന്നത്. വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിനുള്ളിൽ പടിഞ്ഞാറേ ഗോപുരത്തിന് വടക്കായി സ്ഥിതി ചെയ്യുന്ന ഇലഞ്ഞി മരത്തിനടിയിലാണ് ഈ മേളം കൊട്ടിയിരുന്നത്. അങ്ങനെയാണ് ഈ ചെണ്ടമേളത്തിന് ഇലഞ്ഞിത്തറ മേളം എന്ന പേര് വന്നത്. മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മതിൽക്കെട്ടിനകത്തു വെച്ച് പാണ്ടിമേള നടത്തുന്നു എന്ന പ്രത്യേകതയുമുണ്ട് വടക്കുംനാഥ ക്ഷേത്രത്തിന്. അടുത്ത ചോദ്യം, ഭഗവത്ഗീതയിൽ എത്ര അധ്യായങ്ങളുണ്ട്? ഉത്തരം 18. ഭഗവത്ഗീതയിൽ 18 അധ്യായങ്ങളും 700 ശ്ലോകങ്ങളുമുണ്ട്. ഇതിൽ 574 എണ്ണം കൃഷ്ണനും 84 എണ്ണം അർജുനനും 41 എണ്ണം സഞ്ജയനും ചൊല്ലിയിട്ടുണ്ട്. ഒരു ശ്ലോകം ആദ്യത്തേത് ധൃതരാഷ്ട്രമാണ് ചൊല്ലിയത്. വേദവ്യാസൻ എഴുതിയ മഹാഭാരതത്തിലെ 23 മുതൽ 40 വരെയുള്ള അധ്യായങ്ങളാണ് ഭഗവത്ഗീത.
മഹാഭാരതത്തിൽ 1,00,000 ശ്ലോകങ്ങളുണ്ട്. കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ ആദ്യ 10 ദിവസത്തെ വിവരിക്കുന്ന ഭീഷ്മപർവത്തിലാണ് ഭഗവത്ഗീത ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ചോദ്യം. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വരച്ചതെന്ന് വിശ്വസിക്കുന്ന ഗരുഡന്റെ പുറത്ത് മഹാവിഷ്ണുവും ഗണപതിയും എന്ന ചിത്രത്തിന് നേദ്യം സമർപ്പിക്കുന്ന ക്ഷേത്രം. ഉത്തരം ചന്ദനക്കാവ്. മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിൽ തിരുനാവായയ്ക്കും പുത്തനത്താണിക്കുമിടയിൽ കുറുമ്പത്തൂർ ദേശത്താണ് ചന്ദനക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഗുരുപവനപുരേശനെ ഉപാസിക്കുകയും ശ്രീമദ് നാരായണീയം രചിക്കുകയും ചെയ്ത ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ കുടുംബത്തിന് പൂർവികമായി അവകാശപ്പെട്ട സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ള ക്ഷേത്ര സമുച്ചയമാണിത്. പണ്ഡിതശ്രേഷ്ഠനായ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വേദാധ്യാപനം നടത്തിയത് ഇവിടെയാണ്. ഈ ക്ഷേത്രഭൂമിയിൽ 18 ദേവീദേവന്മാരുടെ പ്രതിഷ്ഠകളാണുള്ളത്. ഭദ്രകാളി സങ്കല്പത്തിലാണ് ചന്ദനക്കാവ് ഭഗവതി. വട്ടശ്രീ കോവിലിനുള്ളിൽ ചതുർബാഹുവായ വൈകുണ്ഠനാഥനാണ് പ്രതിഷ്ഠ. ഈ ശ്രീകോവിലിൻ്റെ ഭിത്തിയിലാണ് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് വരച്ച ഗണപതിയുടെയും ഗരുഡാരൂഢനായ കൃഷ്ണൻ്റെയും ചിത്രങ്ങൾ. സുഖപ്രസവസിദ്ധി, സന്താനലബ്ധി, ഗർഭരക്ഷ എന്നിവയ്ക്കെല്ലാം ഈ ദേവിയെ ശരണം പ്രാപിച്ചാൽ ഫലം ഉറപ്പെന്നാണ് വിശ്വാസം. ദേവസ്വം ബോർഡ് എക്സാമുകൾക്കുള്ള സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സൂക്കോ PSCയുടെ നന്ദി, നമസ്കാരം.